ഇന്ന് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് നമ്മൾ ഫേസിൽ അല്ലെങ്കിൽ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഷെയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ പല രീതിയിലുള്ള ബ്രഷസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ നോർമലായിട്ട് HBയോ അല്ലെങ്കിൽ 2B പെൻസിലുകളൊക്കെ വെച്ച് ഷെയ്ഡ് ചെയ്തതിന് ശേഷം ബ്രഷ് വെച്ചിട്ട് എന്താ പറയുക ബ്ലെൻഡ് ചെയ്തെടുക്കലാണ് പതിവ് ഇതേപോലെ. പക്ഷേ അതിനേക്കാൾ ഞാൻ കുറച്ച് ചാർക്കോൾ പൗഡേഴ്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് കുറച്ചും കൂടി ചെയ്ത് നോക്കിയപ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ടും കുറച്ചുകൂടി നല്ല രീതിയിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റുന്നുണ്ട്. പേപ്പർ ഡാമേജ് ആവുന്നില്ല. ഓക്കെ, പേപ്പറിൻ്റെ ആ വൈറ്റൊക്കെ പൂർണ്ണമായിട്ടും നമുക്ക് ഷെയ്ഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പേപ്പർ വൈറ്റൊന്നും പുറത്ത് കാണില്ല. അപ്പോൾ അതിന് ഞാൻ ചെയ്യുന്ന രീതി ഇതാണ്, ഞാൻ കാണിച്ചു തരാം. അത് ചാർക്കോൾ പൗഡർ നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും, പക്ഷേ അത് നല്ല കോസ്റ്റ്ലിയാണ്. ഇപ്പോൾ സാധാരണ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് 6Bയുടെ പെൻസിലാണ്, 6Bയുടെ ഫെബർ കാസ്റ്റലിൻ്റെ പെൻസിൽ. ഇത് നമ്മൾ ഈ നൈഫ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഇതേപോലെ എടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ പൗഡർ മേക്ക് ചെയ്യുക. അതായത് നമുക്ക് ഗ്രാഫൈറ്റ് പൗഡർ നമുക്ക് മേക്ക് ചെയ്തെടുക്കാം. ഇതേപോലെ ചാർക്കോളോ ഗ്രാഫൈറ്റ് പൗഡറോ അത് നിങ്ങളുടെ ആവശ്യം അനുസരിച്ചിട്ട് ഡാർക്കൻ ചെയ്യണമെങ്കിൽ ഡാർക്കൻ ചെയ്യാം, ലൈറ്റൻ ചെയ്യണമെങ്കിൽ ലൈറ്റൻ ചെയ്യാം. അത് അതിൻ്റെ നിങ്ങളുടെ ആവശ്യം എന്താണോ ആ രീതിയിലുള്ള ഗ്രേഡ് പെൻസിൽസ് യൂസ് ചെയ്ത് ചെയ്യാം. ഓക്കെ, ഇത് ഇപ്പോൾ ഞാൻ ഇതേപോലെയാണ് ചെയ്തെടുക്കാറ്. കണ്ടോ, ഇതേപോലെ ചെത്തി നമുക്ക് ആവശ്യത്തിന് പൗഡർ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇൻസ്റ്റൻ്റായിട്ട് എൻ്റെ ആവശ്യത്തിന് മാത്രമേ ഇത് ചെയ്തെടുക്കാറുള്ളൂ. ഓക്കെ, അപ്പോൾ എന്നിട്ട് ഇത് നമ്മൾ ഈ പൗഡർ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. ഈ പൗഡർ നമ്മുടെ ആവശ്യമുള്ള അനുസരിച്ചിട്ട് നമുക്ക് എവിടെയാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ ഡ്രസ്സിൽ നമ്മൾ ഈ പൗഡർ ഇതേപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട്, ബ്രഷ് കാണാൻ പറ്റുന്നില്ലേ, ഇതേപോലെ ബ്രഷ് സ്മൂത്തായിട്ടുള്ള മേക്കപ്പ് ബ്രഷുകളാണ് ഞാൻ ഉപയോഗിക്കാറ്. ബ്രഷ് തന്നെ പല രീതിയിലുള്ള പല ടൈപ്പ് ബ്രഷുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഈ ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ പേപ്പറിലോട്ട് അപ്ലൈ ചെയ്യാം. ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക, അത് ഇങ്ങനെ കുത്തിയെടുക്കുക. എന്നിട്ട് പേപ്പറിൻ്റെ ഏത് ഭാഗത്താണ് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇനി കുറച്ചുകൂടി ഈ ഏരിയയിൽ ഡാർക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി അപ്ലൈ ചെയ്യാം. ജസ്റ്റ് കൂടുതൽ ആ ഏരിയ ഡാർക്കൻ ചെയ്തെടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്യുക, കൂടുതൽ സ്പെൻഡ് ചെയ്ത് നന്നായിട്ട് വരക്കാം. ഓക്കെ, ഇതേപോലെയാണ് ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ്. കണ്ടോ, അപ്പോൾ നമ്മൾ നോർമലി പെൻസിൽ വെച്ച് ബ്ലെൻഡ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒരുപാട് പേരുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.